Hello students, welcome to the second session of our fifth module. So students, കഴിഞ്ഞ സെഷനിലെ ആദ്യത്തെ സെഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? എന്താണ് കോളം, ലോങ് കോളം എന്താണ്, സ്ട്രട്ട് എന്താണ്, സ്ട്രട്ട്സ് എന്ന് പറയുന്നത് കോളം, പിന്നെ ലോങ് കോളം എങ്ങനെയാണ്, ഷോർട്ട് കോളം എന്താണ്, പിന്നെ എന്ത് പഠിച്ചു നമ്മൾ ഓയിലേഴ്സ് ഫോർമുല, ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ഫെയിലിയർ ലോഡ്, crippling load for expression of crippling load when both ends of columns are hinged. ഇപ്പോൾ കോളത്തിൻ്റെ കേസ് 4 ഡിഫറെൻറ്റ് കേസസ് ഉണ്ട് പറഞ്ഞു അല്ലേ. ഫസ്റ്റ് കേസ് നമ്മൾ കഴിഞ്ഞാൽ പഠിച്ചു, എക്സ്പ്രഷൻ ഫോർ ക്രിപ്ലിംഗ് ലോഡ് വെൻ ബോത്ത് ദ എൻഡ്സ് ഓഫ് കോളം ആർ ഹിഞ്ച്ഡ്, രണ്ട് എൻഡും ഹിഞ്ച് ചെയ്തിടുമ്പോഴുള്ള ക്രിപ്ലിംഗ് ലോഡ് എക്സ്പ്രഷൻ പി ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ എന്ന് നമ്മൾ ഡിറൈവ് ചെയ്തു അല്ലേ. ഇനി സെക്കൻഡ് കേസ് ഡെറിവേഷൻ, ഈ ഒരു ഫസ്റ്റ് കേസിന് മാത്രമേ സിലബസിൽ ആവശ്യപ്പെടുന്നുള്ളൂ. ബാക്കി 3 കേസിനും ഡെറിവേഷൻ ആവശ്യമുണ്ടെന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ മാത്രം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. രണ്ടാമത്തെ കേസ് വെച്ചാൽ എക്സ്പ്രഷൻ ഫോർ ക്രിപ്ലിംഗ് ലോഡ് ഇത് ഓയിലേഴ്സ് ഫോമിലാണ്. ക്രിപ്ലിംഗ് ലോഡ് വെൻ വൺ എൻഡ് ഓഫ് ദ കോളം ഈസ് ഫിക്സ്ഡ്, ഒരെൻഡ് ഫിക്സ്ഡ്, ഓക്കെ, and other end is free, ഒരെൻഡ് ഫ്രീയും ഒരെൻഡ് ഫിക്സ്ഡും. അപ്പോൾ ഞാനൊന്ന് സ്കീമാറ്റിക് ഡയഗ്രാമായിട്ട് കാണിക്കാം. സപ്പോസ് ഇതായിരുന്നു ഒറിജിനൽ കോളമെങ്കിൽ, ഓക്കെ, സപ്പോസ് എ ബി. സോ ഇവിടെ ഒരു ലോഡ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് ക്രിപ്ലാവും വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ. അപ്പോൾ ഇത് എൻ്റെ എങ്ങനെ ബൗണ്ടറി കണ്ടീഷൻ ഇവിടെ ഫിക്സ്ഡ്, ഇവിടെ ഫ്രീ എൻഡാണ്, ഇത് ഫ്രീ എൻഡിലാണ് ലോഡ് കൊടുക്കുന്നതെങ്കിൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഒരു ബക്ലിംഗ് ഉണ്ടാവും അല്ലേ. ഈ ഒരു ലെവലിൽ ഇത് ബക്കിള, ഇതാണ് എ ബി ഡാഷാണ് ബക്കിൾ ചെയ്തിട്ടുള്ള കോളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ പി എന്നുള്ള ലോഡ് ആക്ട് ചെയ്ത്, ഓക്കെ. ഇതായിരിക്കും ആ ഒരു ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു എ. ഈ കേസിൽ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓയിലേഴ്സ് ഫോം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ മെത്തേഡ് ഫോളോ ചെയ്ത് ക്രിപ്ലിംഗ് ലോഡ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുക പൈ സ്ക്വയർ ഇ ഐ ബൈ 4L സ്ക്വയറാണ്. ഇവിടെ എന്താണ് എൽ വെച്ചാൽ തന്നെ ലെങ്ത് ഓഫ് ദ കോളം, ഓക്കെ. ലെങ്ത് ഓഫ് ദ കോളം എൽ ആണെങ്കിൽ ഒരെൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡ് ഫ്രീ ആണെങ്കിൽ ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഫോർമുല പൈ സ്ക്വയർ ഇ ഐ ബൈ 4L സ്ക്വയറാണ്. നമ്മൾ ആദ്യത്തെ ഈ കേസിൽ പൈ സ്ക്വയർ ഇ ഐ ബൈ വെറും എൽ സ്ക്വയറാണ്, 4L ഡിനോമിനേറ്ററിൽ, ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്, ഓക്കെ. അപ്പോൾ ഈ ഫോർമുല ഒന്ന് ഓർത്ത് നോക്കാം. അതിന് മൂന്നാമത്തെ കേസ് വെച്ചാൽ എക്സ്പ്രഷൻ ഫോർ ക്രിപ്ലിംഗ് ലോഡ് ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ക്രിപ്ലിംഗ് ലോഡ് വെൻ both the ends of the column are fixed, രണ്ട് എൻഡും ഫിക്സ്ഡ്. ഇതിൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ല എന്ന് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് നോക്കണ്ടെന്നില്ല അർത്ഥമില്ല. നിങ്ങൾ ടെക്സ്റ്റിൽ റെഫർ ചെയ്യുക, ഇങ്ങനെ ഡിറൈവ് ചെയ്യുന്നതിൽ റെഫർ ചെയ്യുക. നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് സിലബസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൽ ഹിഞ്ചഡിൻ്റെ ഡെറിവേഷനാണ് പ്രത്യേകം കോട്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം ചെയ്ത് കാണിച്ചത്. പക്ഷേ ഫൈനൽ എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതിലൊരു റഫ് ഐഡിയയും നിങ്ങളെ മനസ്സിൽ വേണം. ഇനി ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചോദിക്കാം, പറയാൻ പറ്റില്ല, കേട്ടു ആയതുകൊണ്ട്, ഓക്കെ.
അതിന് ക്രിപ്ലിംഗ് ലോഡ് വെൻ ബോത്ത് എൻഡ്സ് ഓഫ് ദ കോളം ആർ ഫിക്സഡ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് നമുക്കൊന്ന് ഫിഗറിൽ കാണിച്ച് രണ്ട് എൻഡും ഫിക്സ്ഡ് അല്ലേ, രണ്ടെൻഡും ഫിക്സ്ഡ് ആണ്. ഇത് എ ബി എന്നുള്ള ഒരു കോളം, ഇവിടെ ലോഡ് പി ആക്സിയൽ ലോഡാണ്, ആക്സിയൽ ലോഡ്, വെർട്ടിക്കൽ ലോഡ്. പി എന്നുള്ള ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രിപ്ലിംഗ് നടക്കും അല്ലേ, ക്രിപ്ലിംഗ് അല്ലേ, സോറി, ഇത് ഒരു ബക്ലിംഗ് ഓർ ക്രിപ്ലിംഗ്, ഇങ്ങനൊരു ക്രിപ്ലിംഗ് ആണ്. ഓക്കെ, ദിസ് ഈസ് ഹൗ the column cripples. If this length is L, then crippling load P is determined as P equal to 4 pi square EI by L square. ഓക്കെ, ഇതാണ് 4 pi square EI by L square ആണ് ഈ കേസിലുള്ള ക്രിപ്ലിംഗ് ലോഡ്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ഡ്യൂ ടു ക്രിപ്ലിംഗ് ലോഡ് P the column will reflect like this. Okay, അപ്പോൾ ഡ്യൂ ടു ദിസ് ഫിക്സ്ഡ് എൻഡ്സ് എന്തായിരിക്കും? ദർ വിൽ ബി ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ്. അപ്പോൾ ഇവിടെയുള്ള എൻഡ് മൊമെൻറ്റ്സ് ഫിക്സ്ഡ് ആയിരിക്കും. അത് ഓക്കെ, നിങ്ങളൊരു ഡെറിവേഷൻ ഒന്ന് നോക്കാം. അങ്ങനെ ഫൈനൽ കേസ് എന്ന് വെച്ചാൽ ഫോർത്ത് കേസ് എന്താണ്? ഒരെൻഡ് ഫ്രീയും ഒരെൻഡ് ഹിഞ്ചറും. എക്സ്പ്രഷൻ ഫോർ ക്രിപ്ലിംഗ് ലോഡ് when one end is fixed, ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഹിഞ്ചറും, and the other end is ഹിഞ്ച്. ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഹിഞ്ചറും ഉള്ള കേസിൽ എങ്ങനെയാണ്? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫിഗർ വരക്കുമ്പോൾ ഈ എൻഡ് ഹിഞ്ചഡാണ്, ഈ എൻഡ് ഫിക്സ്ഡ് ആണ്. സപ്പോസ് ഇവിടെയാണ് ലോഡ് പി, ഇവിടെ ലോഡ് പി ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെന്ത് സംഭവിക്കും? ഒരു ബക്ലിംഗ് വിൽ ടേക്സ് പ്ലേസ്. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് എ ബി ആൻഡ് ദ ലെങ്ത് ഈസ് അഗെയിൻ എൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ക്രിപ്ലിംഗ് ലോഡ് പി വിൽ ബി ഈക്വൽ ടു 2 pi square EI by L square. അപ്പോൾ എല്ലാ 4 ഡിഫറെൻറ്റ് കേസിലും ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഫോർമുല, ഓയിലേഴ്സ് ഫോർമുല നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ, ഈ കമ്പയർ ചെയ്യാനാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. എന്താണ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം? എഫക്റ്റീവ് ലെങ്ത് ഓർ ഇക്വാലൻ്റ് ലെങ്ത് എന്നും പറയും. ഇക്വാലൻ്റ് ലെങ്ത് ഇതിനെ നമ്മൾ എൽ സബ്സ്ക്രിപ്റ്റ് ഇ. അപ്പോൾ നമുക്കറിയാം എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം വിത്ത് ഗിവൺ എൻഡ് കണ്ടീഷൻ ഈസ് ലെങ്ത് ഓഫ് ആൻ ഇക്വാലൻ്റ് കോളം ഓഫ് ദ സെയിം മെറ്റീരിയൽ ക്രോസ് സെക്ഷൻ with hinged ends and having the value of the crippling load equal to that given column. എന്താണ് ഇക്വലൻ്റ് ലെങ്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് the effective length LE of a given column. ഒന്ന് നോട്ട് ചെയ്തോളൂ. ഓഫ് എ ഗിവൺ കോളം ഇതിൻ്റെ ഡെഫിനേഷനാണ് വിത്ത് എൻഡ് കണ്ടീഷൻസ്. അപ്പോൾ എൻഡ് കണ്ടീഷൻസാണ് മാറുന്നത്. അപ്പോൾ ചിലപ്പോൾ 2 ഫിക്സ്ഡ് ആവാം, ചിലപ്പോൾ 2 ഹിഞ്ചഡ് ആവാം, ചിലപ്പോൾ 1 ഫ്രീ 1 ഫിക്സ്ഡ്, ചിലപ്പോൾ 1 ഫിക്സ്ഡ് 1 ഹിഞ്ചഡ്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് എൻഡ് കണ്ടീഷൻസ് വരാം. 4 ഡിഫറെൻറ്റ് എൻഡ് കണ്ടീഷൻസ് വരാം.
അപ്പോൾ ഒരു ഗിവൺ എൻഡ് കണ്ടീഷനിലുള്ള ഒരു കോളത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് വെച്ചാൽ ഈസ് ദി ലെങ്ത് ഓഫ് ആൻ ഇക്വിവാലൻ്റ് കോളം ഓഫ് ദ സെയിം മെറ്റീരിയൽ. കോളത്തിൻ്റെ മെറ്റീരിയൽ സെയിം ആയിരിക്കണം, എന്നാലേ സെയിം ആവും. ഏത് എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ്. കോളം ഓഫ് ദ സെയിം മെറ്റീരിയൽ ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ എയും സെയിം ആയിരിക്കണം. ക്രോസ് സെക്ഷൻ വിത്ത് എന്തായിരിക്കണം? എൻഡ് കണ്ടീഷൻസ് വേറെ. ഏത് എൻഡ് കണ്ടീഷൻ? വിത്ത് ഹിഞ്ച്ഡ് എൻഡ്സ്. ഇമ്പോർട്ടൻറ്റ്. ഹിഞ്ച്ഡ് എൻഡ്സ് ഉള്ള ഒരു കോളം വിത്ത് സെയിം മെറ്റീരിയൽ സെയിം ക്രോസ് സെക്ഷൻ ആൻഡ് ഹാവിങ് the value of crippling load equal to having the value of the crippling load to that of the given column. അപ്പോൾ നമ്മളൊരു കോളം ഉണ്ട്, നമ്മളടുത്ത് ഒരു കോളം ഉണ്ട്. ഓക്കെ, ആ കോളത്തിൻ്റെ ഇക്വാലൻ ലെങ്ത്ത് വെച്ചാൽ ഒരു കോളം ഉണ്ട്, ആ കോളത്തിൻ്റെ ഇക്വാലൻ ലെങ്ത്ത് LE എന്ന് വെച്ചാൽ ലെങ്ത്ത് ഓഫ് അനദർ കോളം. വേറൊരു കോളത്തിൻ്റെ ലെങ്ത്തിന് ഈക്വലാണ്. പക്ഷേ ആ വേറൊരു കോളം എങ്ങനെയുള്ള കോളമായിരിക്കണം? ആ കോളത്തിൻ്റെ ക്രോസ് സെക്ഷനും മെറ്റീരിയലും നമ്മൾ എടുക്കുന്ന കോളത്തിൻ്റെ സെയിം ആയിരിക്കണം. ബട്ട് അതിൻ്റെ രണ്ട് എൻഡും ഹിഞ്ച്ഡാണ്. നമ്മളെ കോളത്തിൻ്റെത് എങ്ങനെയുള്ള എൻഡ് കണ്ടീഷൻസും ആവാം, പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുന്ന ആ കോളത്തിൻ്റെ എൻഡ് കണ്ടീഷൻസ് ഹിഞ്ച്ഡ് ആയിരിക്കണം. പിന്നെ അതിൻ്റെ ക്രിപ്ലിംഗ് ലോഡ് ഇതിന് ഈക്വൽ ആയിരിക്കണം, രണ്ടിനും സെയിം. സപ്പോസ് നമ്മളെ ഒരു കോളത്തിൻ്റെ ഇക്വലൻ ലെങ്ത്ത് അല്ല എഫക്റ്റീവ് ലെങ്ത്ത് LE ആണ്. ആക്ച്വൽ ലെങ്ത്ത് L ആണ്. P ആണ് എന്ത്? ക്രിപ്ലിംഗ് ലോഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് P = π² EI/LE² എന്ന് തന്നെ എഴുതാം. LE² എന്ന് എഴുതാം. കാരണം എന്താ? ഈ ഇയും എയും സെയിം ആണെങ്കിൽ LE എന്തിന് ഈക്വൽ ആയിരിക്കണം? Lന് ഈക്വൽ ആയിരിക്കണം. കാരണം നമ്മൾ ബോത്ത് എൻഡ് നോക്കാം. ഇക്വലൻ ലെങ്ത് ഓഫ് ദ സെയിം മെറ്റീരിയൽ ആൻഡ് ക്രോസ് സെക്ഷൻ വിത്ത് ഹിഞ്ച്ഡ് എൻഡ്സ്. രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആവുന്ന കേസിൽ P എന്താണ്? π² EI/L². L² ആണല്ലോ. രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആണെങ്കിൽ ഈ ഇക്വേഷൻ ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആയിട്ടുള്ള സെയിം മെറ്റീരിയൽ സെയിം ക്രോസ് സെക്ഷനിലുള്ള ഒരു കോളത്തിൻ്റെ ക്രിപ്ലിംഗ് ലോഡിൻ്റെ എന്താണ്? ഇതിപ്പോൾ L2 നടത്താം, ഇത് L1 നടത്താം. L2 എന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന കോളത്തിൻ്റെ ലെങ്ത് L2. അപ്പോൾ ആ കേസിൽ അത് ഹിഞ്ച്ഡ് ആയതുകൊണ്ട് ഇക്വേഷൻ ഇതാണ്. പക്ഷേ നമ്മളെ LE എന്ന് പറയുന്നത് എന്തായിരിക്കണം? L2ന് ഈക്വൽ ആയിരിക്കണം. ഇതിപ്പോൾ P2 നടത്തും, ഇത് P1 ഇത് വരുന്നാണ് പറയുന്നത്. അപ്പോൾ P2 ഇഫ് P2 = P1 സെയിം ക്രിപ്ലിംഗ് ലോഡ് എന്നല്ലേ പറഞ്ഞേ? വേണ്ട, ഹാവിങ് ദ സെയിം വാല്യൂ ഓഫ് ദ ക്രിപ്ലിംഗ് ലോഡ് ടു ദാറ്റ് ഗിവൺ കോളം. അങ്ങനെയാണെങ്കിൽ P2 = P1 ആണെങ്കിൽ L2 എന്തായിരിക്കണം? സെയിം ഇക്വേഷൻ വരണം. സെയിം P1 P2 ഈക്വൽ ആവണമെങ്കിൽ ഇതൊക്കെ സെയിം. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള L2ഉം LEയും സെയിം ആയാൽ മതി.
അപ്പോൾ നമുക്ക് എൽ ഇ ഇങ്ങനെ എഴുതാം കുറച്ചും കൂടെ മനസ്സിലാവാൻ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് കേസിലുള്ളൊരു കോളമുണ്ട്. സെക്കൻഡ് കേസിലുള്ളൊരു കോളം എന്ന് വെച്ചാൽ വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ഓക്കെ, അതർ എൻഡ് ഈസ് ഫ്രീ. അപ്പോൾ അതിൻ്റെ P1 എന്ന് വെച്ചാൽ അതിൻ്റെ ക്രിപ്ലിംഗ് ലോഡ് P1ൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി π² EI/L². ഇത് L1² കിട്ടും, L1². അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത്ത് എന്താണ്? LE ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് വേറൊരു കോളം, അനദർ കമ്പയറിങ് വിത്ത് എ കോളം വിത്ത് സെയിം മെറ്റീരിയൽ ആണെങ്കിൽ ഈ സെയിം ഏരിയ അല്ലെങ്കിൽ ഐ സെയിം ആവണം. ഐയും ഇ എല്ലാം സെയിം ആയിരിക്കണം. സെയിം ക്രോസ് സെക്ഷൻ സെയിം ആയതുകൊണ്ട് ഐയും സെയിം ആയിരിക്കും. ക്രോസ് സെക്ഷൻ സെയിം ആയതുകൊണ്ട് ഐയും സെയിം ആയിരിക്കും. ആൻഡ് ലോഡ് സെയിം, ക്രിപ്ലിംഗ് ലോഡ് സെയിം ആയിരിക്കണം, പക്ഷേ ഹിഞ്ച്ഡ് ആയിരിക്കണം. ക്രിപ്ലിംഗ് ലോഡ് സെയിം ബട്ട് ഹിഞ്ച്ഡ് മാറുന്നത് എൻഡ് ഹിഞ്ച്ഡ് ആയിരിക്കും, ബോത്ത് എൻഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ P1 നമുക്ക് π² EI/L2² എന്ന് എഴുതാം. L2 എന്ന് വെച്ചാൽ കമ്പയർ ഈ P1 ഈക്വൽ ആവാൻ ഇയും ഐയും സെയിം ആണെങ്കിൽ P1 നേരത്തെ P1 തന്നെ ആവണമെങ്കിൽ നമ്മൾ വേറൊരു L2 എന്നുള്ളൊരു ലെങ്ത് ആയിരിക്കണം നമ്മൾ കമ്പയർ ചെയ്യുന്ന കോളം. സോ ദ ലെങ്ത് ഓഫ് ദ കമ്പയറിങ് കോളം, ലെങ്ത് ഓഫ് ദ hinged column with both ends hinged. Length of the column with both ends hinged. അതെന്തായിരിക്കണം? L2. ആ L2നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആദ്യത്തേൻ്റെ LE. ആ L2നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആദ്യത്തെ കോളം. ഏത് കോളാണ് നമ്മളെടുത്ത് അതിൻ്റെ ഇക്വലൻ്റ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കാണുന്നത്, ഇതും സെയിം എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ P1 = π² EI/4L² is equal to π² EI/L2² അല്ലെങ്കിൽ π² EI/LE², ഫസ്റ്റിൻ്റെ LE². അപ്പോൾ ഇത് ഒഴിവാക്കാം. അപ്പോൾ π² EI/4L2 is equal to π² EI/LE². ഇതിൽ ഇതൊക്കെ ക്യാൻസൽ, ബാക്കിയുള്ളത് LE² = 4L² എന്നാണ്. അപ്പോൾ ഇക്വലൻ്റ് ലെങ്ത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തിൻ്റെ ട്വൈസ്. ഏത് കേസിൽ വൺ എൻഡ് ഈസ് ഫിക്സ്ഡ്, അതർ എൻഡ് ഈസ് ഫ്രീ. വൺ എൻഡ് ഈസ് ഫിക്സ്ഡ്, അതർ എൻഡ് ഈസ് ഫ്രീ. അപ്പോൾ തേർഡ് കേസ് എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ്. അവിടെ P കിട്ടിയത് 4π² EI/L² എന്നാണ്. പക്ഷെ P നമ്മളൊരു കമ്പയർ ചെയ്യുന്നത് π² EI/LE² വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ L²/4 is equal to LE² gives LE എന്താണ്? L/2 എന്ന് കിട്ടും. ഇത് തേർഡ് കേസ്, ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ്, ബോത്ത് എൻഡ് ഈസ് ഫിക്സ്ഡ്. ഈ കേസിൽ LE L/2 കിട്ടും. അപ്പോൾ ഫോർത്ത് എന്ന് വെച്ചാൽ വൺ എൻഡ് ഈസ് ഫിക്സ്ഡ്, അതർ എൻഡ് ഹിഞ്ച്ഡ്. അങ്ങനെയാണെങ്കിൽ P നമുക്ക് കിട്ടിയത് എന്തായിരുന്നു?
2π² എന്നാണ്. 2π²EI/L² എന്നാണ് കിട്ടിയത്. പക്ഷേ അത് ഈക്വൽ ടു എന്തായിരിക്കും? π²EI/LE² തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ LE² ഈക്വൽ ടു L²/2 എന്ന് കിട്ടും. LE ഈക്വൽ ടു L/√2 എന്ന് കിട്ടും. അതാണ് ഫോർത്ത് കേസ്. അങ്ങനെയാണെങ്കിൽ ജനറൽ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? ജനറൽ ഇക്വേഷൻ ഫോർ ക്രിപ്ലിംഗ് ലോഡ് ഫോർ എനി എൻഡ് കണ്ടീഷൻ. ഏത് എൻഡ് കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് ജനറൽ ഇക്വേഷൻ LEയുടെ ടേംസിൽ എഴുതാം. അതായത് P ഈക്വൽ ടു π²EI/LE² തന്നെ എഴുതാം. പക്ഷേ LE കാണുമ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ 4 കേസ് പഠിച്ചല്ലേ. ഫസ്റ്റ് കേസ് എന്താണ്? ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. ആ കേസിൽ LE എന്തായിരിക്കണം? L തന്നെ ആയിരിക്കും. കാരണം π²EI/L² തന്നെയാണ് ആ കേസിൽ ലോഡ് വരുന്നത്. ലോഡ് നമുക്ക് ഡിറൈവ് ചെയ്തിട്ട് വൺ എൻഡ് ഈസ് ഫിക്സഡ്, അതർ എൻഡ് ഫ്രീ ആണെങ്കിൽ LE ഈക്വൽ ടു 2L വരും. ഓക്കെ, ഈ കേസിൽ 2L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വൺ എൻഡിന് ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്ക് കിട്ടിയത് LE ഈക്വൽ ടു L/2 എന്ന് കിട്ടി. ഇനി വൺ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ LE ഈക്വൽ ടു L/√2. ഈ 4 വാല്യൂസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 4 വാല്യൂസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജനറൽ ഇക്വേഷൻ π²EI/LE² എന്നറിയാം. അതിൽ LEക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏത് കേസിലെ ക്രിപ്ലിംഗ് ലോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ LE നമ്മൾ വിളിക്കുന്ന പോലെയാണ് എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ ഇക്വാലൻ്റ് ലെങ്ത്. അപ്പോൾ ഇക്വാലൻ്റ് ലെങ്ത് ഇട്ടാൽ നമുക്കൊരു ജനറൽ ഇക്വേഷൻ കിട്ടി. ജനറൽ ഇക്വേഷനിൽ ഇക്വാലൻ്റ് ലെങ്ത്തിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്ത് കിട്ടി? എക്സ്പ്രഷൻസ് കിട്ടി. ഓക്കെ, ഇനി നോക്കാം. ക്രിപ്ലിംഗ് സ്ട്രെസ് ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് റേഡിയസ് ഓഫ് ജനറേഷൻ. നിങ്ങൾക്കറിയാം I ഈക്വൽ ടു നമ്മൾ A/K² എന്നതുണ്ട്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ഈക്വൽ ടു A/K². ഇതിൽ A എന്താണ്? A ഏരിയ, K എന്താണ് ഓർമ്മയുണ്ടാവും? നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. K റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷൻ ഫോർ P ഈക്വൽ ടു π²EI/LE². LE² എന്ന് എന്തിനായിരുന്നു? നമ്മൾ അത് ഏത് കേസായാലും എൻഡ് കണ്ടീഷൻ ഏതായാലും LE² എന്ന് ഇട്ടാൽ മതി. LE എന്ന് ഇട്ടാൽ മതി. ആ LEയുടെ എക്സ്പ്രഷൻ ഓരോ എൻഡ് കണ്ടീഷൻ മാറുന്നതനുസരിച്ച് LEയുടെ എക്സ്പ്രഷൻ മാറും. പക്ഷേ ജനറലായിട്ട് എഴുതുമ്പോൾ π²EI/L² എന്നിട്ടാണ്, LE² എന്നിട്ടാണ്. ഇതിൽ ഞാൻ π²E × AK² എന്ന് കിട്ടും. AK²/LE² എന്ന് കിട്ടും. ഇനി P ഈക്വൽ ടു ഞാൻ π²E × A/LE/K². K താഴെ കൊണ്ടു. ഓക്കെ, ഇനി ക്രിപ്ലിംഗ് സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ? ക്രിപ്ലിംഗ് ലോഡ് ബൈ ഏരിയ അല്ലേ. അപ്പോൾ ഈക്വൽ ടു P/A എന്ന് വെച്ചാൽ P എന്താണ്? P നമുക്ക് കിട്ടി π²EA/LE/K² ഡിവൈഡഡ് ബൈ A അല്ലേ. ഡിവൈഡ് ബൈ A ചെയ്യുമ്പോൾ എയും ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് ക്രിപ്ലിംഗ് സ്ട്രെസ് ഈക്വൽ ടു π²E/LE/K² ആണ്. ഓക്കെ, ഇതാണ് ക്രിപ്ലിംഗ് സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ. π²E/LE/K².
ഓക്കെ, നോക്കുക. ദ റേഷ്യോ ഓഫ് ദ ആക്ച്വൽ ലെങ്ത് of a column to the least radius of gyration of the column is known as the slenderness ratio കേട്ടോ. സ്ലെൻഡർനെസ് റേഷ്യോ SR എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദ കോളം ബൈ കെ, L/K ആണ്. ഓക്കെ, L/K. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് യൂളേഴ്സ് ഫോർമുല ഓയിലേഴ്സ് ഫോർമുല നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ക്രിപ്ലിംഗ് സ്ട്രെസ് എന്ന് വെച്ചാൽ ക്രിപ്ലിംഗ് സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ ഈസ് π² E/L/E/K ഹോൾ സ്ക്വയർ എന്നല്ലേ. അപ്പോൾ ഫോർ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെങ്കിൽ LE എന്തായി LI. അങ്ങനെയാണെങ്കിൽ ക്രിപ്ലിംഗ് സ്ട്രെസ് എന്ന് വെച്ചാൽ y² E/L/K ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ക്രിപ്ലിംഗ് സ്ട്രെസ് ക്രിപ്ലിംഗ് സ്ട്രെസ് എന്ന് വെച്ചാൽ π² E/L/K അല്ലേ. L/K എന്താണ്? L/K ഇതാ നമ്മൾ എഴുതിയിട്ടുണ്ട്, സ്ലെൻഡർനെസ് റേഷ്യോ SR ഹോൾ സ്ക്വയർ അല്ലേ. സപ്പോസ് ഈ സ്ലെൻഡർനെസ് റേഷ്യോ അല്ലെങ്കിൽ L/K വാല്യൂ ഈസ് സ്മോൾ ആണെങ്കിൽ ഇത് കുറയും തോറും CS എന്ന SR കുറയുമ്പോൾ CS എന്താ കൂടും അല്ലേ. ക്രിപ്ലിംഗ് സ്ട്രെസ് വെരി ഹൈ ആയിരിക്കും. അപ്പോൾ ഒരു കോളത്തിൻ്റെ മെറ്റീരിയലിൻ്റെ ക്രിപ്ലിംഗ് സ്ട്രെസ് എപ്പോഴും ക്രഷിംഗ് സ്ട്രെസ്സിനെക്കാട്ടും കുറവായിരിക്കും അല്ലേ. അതിന് ഒരു ക്രഷിംഗ് സ്ട്രെസ് ഉണ്ടാവില്ല. ലോഡ് ബൈ ഏരിയ എന്നുള്ള ഒരു ക്രഷിംഗ് സ്ട്രെസ് ഉണ്ടാവില്ലേ. അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് ബൈ ഏരിയ എന്നുള്ള ഒരു ക്രഷിംഗ് സ്ട്രെസ് ഉണ്ടാവും. ആ ക്രഷിംഗ് സ്ട്രെസ്സിനെക്കാട്ടി കുറവായിരിക്കണം ക്രിപ്ലിംഗ് സ്ട്രെസ്. ക്രിപ്ലിംഗ് സ്ട്രെസ് should be less than crushing stress. അപ്പോൾ ക്രിപ്ലിംഗ് സ്ട്രെസ് ക്രഷിംഗ് സ്ട്രെസ്സിനാടി കുറഞ്ഞ് നിൽക്കണമെങ്കിൽ ഈ സ്ലെൻഡർനെസ് റേഷ്യോ കുറയാൻ പാടില്ല, സ്ലെൻഡർനെസ് റേഷ്യോ കൂടണം അല്ലേ. സോ L/K ഷുഡ് ബി ഹൈ അല്ലേ. സ്ലെൻഡർനെസ് റേഷ്യോ ഒരു സർട്ടൺ ലിമിറ്റിനെക്കാട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ ഓയിലേഴ്സ് ഫോർമുല പ്രകാരം ക്രിപ്ലിംഗ് സ്ട്രെസ് ക്രഷിംഗ് സ്ട്രെസ്സിനെക്കാട്ടി കൂടും. അപ്പോൾ അവിടെ ഒരു ലിമിറ്റിംഗ് കേസ് വന്നു അല്ലേ. ഒരു മിനിമം ലിമിറ്റ് ഉണ്ട്. ആ മിനിമം ലിമിറ്റിന് താഴെ പോയാൽ, സർട്ടൺ ലിമിറ്റിന് താഴെ പോയാൽ, സ്ലെൻഡർനെസ് റേഷ്യോ താഴെ പോയാൽ ക്രിപ്ലിംഗ് സ്ട്രെസ് ക്രഷിംഗ് സ്ട്രെസ്സിനെക്കാട്ടി പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അതൊരു ഫെയിലിയർ വരും അല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു മൈൽഡ് സ്റ്റീൽ കോളം നോക്കാം. മൈൽഡ് സ്റ്റീൽ കോളം വിത്ത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. അപ്പോൾ അതിൻ്റെ ക്രഷിംഗ് സ്ട്രെസ്സിൻ്റെ വാല്യൂ 330 Newton/mm² ആയിരുന്നു. യങ്സ് മോഡൽസ് E 2.1 × 10⁵ Newton/mm² ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിപ്ലിംഗ് സ്ട്രെസ്സും ക്രഷിംഗ് സ്ട്രെസ്സും ഈക്വൽ ആവുന്ന ആ പോയിൻ്റ്, ആ ലിമിറ്റ് നമുക്ക് പോയിൻ്റ് അറ്റ് വിച്ച് ക്രിപ്ലിംഗ് സ്ട്രെസ്സും എന്നാലും നമുക്ക് ആ മിനിമം വാല്യൂ കിട്ടും. മിനിമം വാല്യൂ സ്ലെൻഡർനെസ് റേഷ്യോ കിട്ടാൻ ക്രിപ്ലിംഗ് സ്ട്രെസ്സും ക്രഷിംഗ് സ്ട്രെസ്സും ഈക്വൽ ആവുന്ന
സിറ്റുവേഷൻ എടുക്കാം. അപ്പോൾ π²E/L/K² എന്ന് വെച്ചാൽ 330 ആയിരിക്കും. ഇതിൽ L/K എന്ന് വെച്ചാൽ L/K² എന്ന് വെച്ചാൽ 330/π². എന്തായിരുന്നു? ഓൾമോസ്റ്റ് 2.1 × 10⁵. 2.1 × 10⁵ Nm² ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ L/Kയുടെ വാല്യൂ ഓൾമോസ്റ്റ് 80, അപ്രോക്സിമേറ്റ്ലി ഒരു 80 അടുത്ത് വരും. ഓക്കെ, അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ലെസ് ദാൻ 80 ഫോർ മൈൽഡ് സ്റ്റീൽ എന്ന് വെച്ചാൽ പിന്നെ അവിടെ ഓയിലേഴ്സ് ഫോർമുല വാല്യൂ ഉണ്ടാവില്ല. കാരണം ക്രിപ്ലിംഗ് സ്ട്രെസ്, ക്രഷിംഗ് സ്ട്രെസ് എന്നെല്ലാം ആ വാല്യൂവിനെ കാട്ടി കൂടും. അപ്പോൾ അത് റോങ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഓയിലേഴ്സ് ഫോർമുലക്ക്. ചില കേസിൽ സ്ലെൻഡർനെസ് റേഷ്യോ കുറയുമ്പോൾ ഈ ക്രിപ്ലിംഗ് സ്ട്രെസ്, ക്രഷിംഗ് സ്ട്രെസ്സിനെ കാട്ടി കൂടുതലായിട്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതാണ് ഓയിലേഴ്സ് ഫോർമുലയിലെ ഒരു ലിമിറ്റേഷൻ. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കുക. എ സോളിഡ് റൗണ്ട് ബാർ 3 meter long, 5 cm die is used as a strut with both ends hinged. Determine the crippling or collapsing load. Take E equal to 2 × 10⁵ Nm². അപ്പോൾ ഇവിടെ ക്രിപ്ലിംഗ് ലോഡ് കാണും. ക്രിപ്ലിംഗ് ലോഡ് കാണണമെങ്കിൽ P equal to EI π²EI/LE² എന്നുണ്ട്. ഇതിപ്പോൾ ബോത്ത് ആൻഡ്സ് ഹിഞ്ച്ഡ് ആയതുകൊണ്ട് LE equal to L എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ P equal to π² E എന്ന് വെച്ചാൽ 2 × 10⁵ ആണ്. I അറിയില്ല. I/L² ലെങ്ത്ത് തന്നിട്ടുണ്ട്. L എന്ന് വെച്ചാൽ L എത്ര? L equal to 3 meter long എന്ന് തന്നിട്ടുണ്ട്. L 3² അല്ലേ. I എങ്ങനെയാണ്? റൗണ്ട് ബാർ എന്നല്ലാണ്. I എന്ന് വെച്ചാൽ റൗണ്ട് ബാറിൻ്റെ π/64 × d⁴ അല്ലേ. അതിൽ π/64 × d എത്ര? d 5 cm അല്ലെങ്കിൽ 50 mm എടുത്തോ. 50. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P equal to 67288 Newton വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഇനി ഇതേ സെയിം പ്രോബ്ലത്തിൽ ഞാനൊന്ന് ഒരു കണ്ടീഷൻ മാറ്റുന്നു. ഒരു എൻഡ് കണ്ടീഷൻ ഡിഫറെൻ്റ് ആണ്. എൻഡ് കണ്ടീഷൻ one is fixed and one is fixed and other is hinged. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ എന്ത് ചെയ്യും? രണ്ടാമത്തെ കണ്ടീഷൻ സെക്കൻഡാണ്. അപ്പോൾ one end is fixed and other is hinged. ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ P equal to π²EI/LE² തന്നെയാണ്. പക്ഷേ ഇവിടെ ഹിയർ LE എന്തായിരിക്കും? LE എന്ന് വെച്ചാൽ എന്താ? L/√2 ആണ്. ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഹിഞ്ച്ഡും ആണെങ്കിൽ L/√2 ആണ് അല്ലേ. L/√2 ആണ് ഇത് ഇക്വലൻ്റ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ LEക്ക് പകരം L/√2. L എന്ന് വെച്ചാൽ 3 meter ആയിരുന്നു. 3 meter എന്ന് വെച്ചാൽ 3000 mm ആണ്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 അല്ല, സോറി, ഇവിടെ 3000, കാരണം എല്ലാം MM-ലല്ലേ. 3000 കിട്ടും കേട്ടോ. 3000² കേട്ടോ. കാരണം നമ്മൾ Nm²/mm ആണല്ലോ. അപ്പോൾ
√2 എന്ന് വേണം, √2 L/√2 അല്ലേ. അങ്ങനെയാണെങ്കിൽ P = I സെയിം ആയിരിക്കും, ഇയും സെയിം ആയിരിക്കും. y² EI/3000/√2² എന്നിട്ടാണ്. അതിൽ ഇ എന്താണ്? 2 × 10⁵ തന്നെയാണ്. ഐ എന്ന് വെച്ചാൽ 5/64 × d should be 50 mm ഇത് സോൾവ് ചെയ്താൽ ആൻസർ 134576 ഒരു ആൻസർ വരും. അപ്പം ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് 2 കണ്ടീഷനിൽ നിങ്ങൾ ആൻസർ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, തൽക്കാലത്തേക്ക് നിങ്ങളെ സെൻഡർനെസ് റേഷ്യോ, ക്രിപ്ലിംഗ് സ്ട്രെസ്, അല്ലെങ്കിൽ പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഓയിലേഴ്സ് ഫോർമുല ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.